ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ കൃപ്സാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം നമുക്കെങ്ങനെ ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ചെയ്ത് പഴയതുപോലെ ആകാമെന്നാണ്. മനസ്സിലായില്ലേ? ഈ വീഡിയോ പലവർക്കും ഉപകാരപ്പെടും. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പിൻ്റെ പെയിനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് അവളെ മറക്കാനൊരു സൊല്യൂഷൻ കിട്ടും. രണ്ടാമത്തെ കാര്യം എന്തോന്നാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ അറിവ് കിട്ടും നിങ്ങൾക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും വന്ന് പറയും നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ ഉള്ള അവിടുത്തെ കോണ്ടാക്റ്റൊക്കെ ബ്ലോക്ക് ചെയ്യുക, ഫോട്ടോ ഡിലീറ്റ് ആക്കുക എന്നൊക്കെ പല കാര്യങ്ങളൊക്കെ പറയും. മനസ്സിലായില്ലേ? നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ നടക്കുക, എന്നാൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്നത് ഈ പരിപാടി ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പാടായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സൊല്യൂഷൻ പോലത്തെ സൊല്യൂഷൻ വേറെ ഒരിടത്തും ഇല്ല. മനസ്സിലായില്ലേ? വേറെ ഒരിടത്തും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കിട്ടാനും പോകണില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പം ബ്രേക്കപ്പ് മൂഞ്ചി തെറ്റിയിരിക്കുന്ന ഒരുത്തിൻ്റെ അടുത്ത് എത്ര മോട്ടിവേഷൻ തൊലിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഇത്ര വലിയ കൂട്ടുകാരനായാലും ശരി, മോട്ടിവേഷൻ തൊലിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കണം. പക്ഷെ ഞാൻ മോട്ടിവേഷൻ ഗുണപ്പിക്കുന്നില്ല വന്നത്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് പറയാം. ഇത് മോട്ടിവേഷൻ വെച്ച് നിങ്ങൾ കൂട്ടുകയൊന്നും വേണ്ട. ഞാൻ മോട്ടിവേഷൻ തരുന്നുമില്ല. അതിനുള്ള പ്രാപ്തി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എൻ്റേതായ അറിവുകൾ ഞാൻ നിങ്ങളത് പറയുന്നു. കേൾക്കുന്നവർക്ക് കേൾക്കാം, കേൾക്കാത്തവർക്ക് കേൾക്കണ്ട. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ബ്രേക്കപ്പിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഒറ്റയേ ഉള്ളൂ, പറ്റിയിരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന പോലെ സന്യാസിമാർ, അതേപോലെ തന്നെ വലിയ ചില പള്ളി അച്ഛന്മാരും, അതേപോലെ തന്നെ ഈ യോഗികളെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി. യോഗികളെയും അഘോരിമാരെയും നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവരുടെയൊക്കെ ബേസിക് നേച്ചർ എന്തോന്നാണ്? ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കാണെങ്കിൽ അവർക്ക് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെക്കാട്ടിയും അവർ അനുഭവിക്കുന്നതിനെക്കാട്ടിയും ഒരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് അനുഭവിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഇല്ല, ഒന്നാമത്തെ കാര്യം. അതും പോയിട്ട് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തം ബന്ധമായിട്ട് ആരുമില്ല, ഈ ആഘോരിമാർക്കൊക്കെ. പിന്നെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളൊന്നുമില്ല. അത് മാത്രമല്ല ഇവർക്ക് പെണ്ണില്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇപ്പോഴും ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ വാരണാസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? ഈ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ബ്രേക്കപ്പ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തൂങ്ങിച്ചാവാൻ നിൽക്കും, കള്ളും കഞ്ചാവ് അടിക്കാൻ പോകും, അതേപോലെ തന്നെ കിടന്ന് ഡിപ്രഷൻ അടിക്കും. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെ ഒരുത്തനും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു പെണ്ണും വേണ്ട, ഒരു മറ്റതും വേണ്ട എന്ന് പറഞ്ഞ് നടക്കും. കുറേ സിഗ്മ മില്ലെന്ന് പറഞ്ഞ് അവരാധിക്കുന്ന കുറേ കുണ്ണങ്ങളുണ്ട്. പക്ഷേ യവന്മാർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ സിഗ്മ മില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്മാരുടെ വിചാരം എന്തോ ഒരു ക്രെഡിറ്റ് പോലെയാണ്. സത്യം പറഞ്ഞാൽ സിഗ്മ മെയിലിനെ ഞാനൊരു വേറൊരു വാക്ക് ഉപമയ്ക്ക് ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ് കെട്ടവന്മാർ എന്നാണ് ഞാൻ പറയാമോ. സിഗ്മ മെയിൽ എന്ന് പറഞ്ഞ് ഷോ ഓഫ് ഇറങ്ങണം. കുറേ മറ്റവന്മാരൊരു നിങ്ങളടുത്ത് അയ്യേ നിങ്ങൾ കൂട്ടത്തന്നെ ആയിരിക്കും കാരണം നീ ഒരു ആണാണോടാ, നീ എന്തിനാണ് അവളെ പറ്റി ഓർമ്മിക്കണത്, അയ്യേ ഞാനാണെങ്കിൽ എപ്പോഴേ മറക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിക്കും. അപ്പം അങ്ങനെയുള്ള നിങ്ങളെ എന്തോന്നിങ്ങനുണ്ട്, നിങ്ങൾ ആ ഒരു രീതിയിൽ താഴ്ത്തി കിട്ടും നിങ്ങളുടെ കൂട്ടുകാരന്മാരത് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഇല്ലാത്തത്, മനസ്സിലായില്ലേ? നിനക്കില്ലാത്തൊരു സാധനം എനിക്കുണ്ട്, അതാണ് എൻ്റെ സാമാനം, അവിടെ ഇപ്പോഴും അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ അടി മനസ്സിലായ ഈ ഒരു ഡയലോഗ് അടിച്ചാൽ മതി. കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. ബ്രേക്കപ്പിൻ്റെ പെയിൻ എന്തായാലും അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ടെസ്റ്റ് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ എന്തോന്നായാലും ഒരു ആണിന് സ്വാഭാവികമായിട്ടും ഇതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. പെണ്ണുങ്ങൾ കണ്ട എല്ലാ വികാരങ്ങളും തോന്നും. മനസ്സിലായില്ലേ? പക്ഷെ അത് സർപ്രസ് ചെയ്യാൻ അതിന് നമ്മൾ ചെയ്യുക, മാക്സിമം കംപ്രസ് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി. ഓക്കെ.
ഇപ്പം മഹർഷിമായ യോഗികളെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി, അവർക്ക് ഈ പറഞ്ഞ ലൈംഗിക ആരോഗ്യമൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷെ അവ എന്തോ നീ കംപ്രസ് ചെയ്ത് വയ്ക്കും, മനസ്സിലായ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലോട്ട് എന്തായാലും നമുക്ക് ഇതിലോട്ട് പോകാം. ഇത് വലിയ ആഴക്കായൊന്നുമല്ല ഞാൻ പറഞ്ഞത്, വെറും 3 പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങളിതിന് ഈ ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്ഷനാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്ന അഡിക്ഷനാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളും കഞ്ചാവും അടിക്കുന്ന പോലെയും MDയും അടിക്കുന്ന പോലെ അഡിക്ഷനാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. പ്രേമത്തിൽ നിന്ന് കിട്ടുന്ന ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അത് നിങ്ങൾ ചിന്തിക്കണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കൊച്ചു കുട്ടികൾ നമ്മൾ നോക്കിയത്. കൊച്ചി TV കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ കൊച്ചു കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി നൂഡിൽസിൽ അജിനോമോട്ടോ എന്ന് പറയുന്ന സാധനമുണ്ട്, അജിനോമോട്ടോ. ഇത് കുട്ടികൾ കഴിക്കും തോറും ഡോപ്പമിൻ റിലീസ് ചെയ്യും. അതേപോലെ കൊച്ചു കുട്ടികളൊക്കെ മൊബൈൽ ഫോണൊക്കെ നോക്കും, സെയിം സംഭവം. ഇത് വലിയവരെന്തോ ചെയ്യും, വലിയവരാണെങ്കിൽ എന്തോ ചെയ്യും, വലിയവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രഗ്സ് അടിക്കും, അതിൽ കള്ളും കഞ്ചാവ് അടിച്ചാൽ നടക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ വലിയവർക്കൊന്നും സത്യം പറഞ്ഞ് നൂഡിൽസ് അഡിക്റ്റഡ് ആവില്ല, പക്ഷെ കൊച്ചുകുട്ടികളൊക്കെ അഡിക്റ്റഡ് ആകും. കാരണം ആ സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ ബ്രെയിൻ അപ്രോച്ച് ആവുന്നത്, ഒരു ടേസ്റ്റിനോട് ചെയ്യുന്നത് കൗതുകം തോന്നി ആ രീതിയിലോട്ട് ആവുന്നത്. ഇത് ഞാൻ പറഞ്ഞ ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ഒരു MDMA യൂസ് ചെയ്ത ആടത്ത് ചെയ്യുക, അവർക്ക് കുറേ നാൾ MDMA കിട്ടാതെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ആ ഒരു മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടി എന്ത് പണിയും കാണിക്കും, എന്ത് നെറിയട്ട പണിയും കാണിക്കും. ഇതേ സംഭവമാണ് ഒരു പ്രേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ആണിന് പെണ്ണിനെ കാണുമ്പോൾ തോന്നുന്ന വികാരത്തിനാണ് സെക്ഷൽ പ്ലഷർ എന്ന് പറയുന്നത്. ഇതും മയക്കുമരുന്നും പോലത്തെ ഒരു സംഭവം എന്താണ് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മയക്കുമരുന്ന് യൂസ് ചെയ്യുമ്പോഴും അതിൽ തന്നെ കള്ളും കഞ്ചാവ് അടിക്കുമ്പോഴും ഉണ്ടാകുന്ന സെയിം സംഭവമാണ് ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ. ഡോപ്പമിൻ റിലീസാണ് ഇനി നടക്കുന്നത്, മനസ്സിലായി? ഹാപ്പി ഹോർമോൺ ഓവറായിട്ട് നമ്മുടെ തലച്ചോറിൽ റിലീസ് ചെയ്യും, മനസ്സിലായി? ആ റിലീസ് ചെയ്യുമ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് അഡിക്ഷൻ തോന്നും. കള്ളും കഞ്ചാവ് പോലെ തന്നെയാണ്. ഇപ്പം നമ്മളെ യൂത്തിനെ നോക്കിയാൽ മതി. യൂത്തിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഇവർക്കാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളും കോളേജും ഒക്കെ പഠിക്കുന്ന പയ്യന്മാർക്ക് അതൊക്കെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ സൊല്യൂഷനിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരാണ് പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു, തേപ്പ് കിട്ടിക്കഴിഞ്ഞു, ഉടനെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിലും കാണും, ഉടനെ 5-6 വെള്ളം അടിച്ച് എവിടെയെങ്കിലും റോഡിൽ കിടക്കുമായി, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ഡോപ്പമിൻ കൂട്ടുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന കള്ളുകൂടി, അതേപോലെ ഡ്രഗ്സ് അടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് ഡോപ്പമിനെ കൂട്ടാമെന്നാണ്. സിമ്പിൾ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ, ധ്യാനം, ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ നാച്ചുറലായിട്ട്, മനസ്സിലായാലും ഉൽപ്പാദിപ്പിക്കും, നാച്ചുറലായിട്ട്. അതുമാത്രമല്ല ജിമ്മിൽ പോകുക വഴി നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഡോപ്പമിൻ റിലീസ് ചെയ്യും. കൃത്യമായി ജിമ്മിൽ പോവുക. അത് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി കൂടുക, മനസ്സിലായി? റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മിനിമം 16 മണിക്കൂറുള്ള വർക്കിലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുക, മനസ്സിലായി? ഫുൾ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുള്ളും ബിസി ആയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പോലും, ഒരു തുള്ളി കണ്ണടയ്ക്കാൻ പോലും ഉള്ള സിറ്റുവേഷൻ, അതിൽ ഉറങ്ങാൻ പോലും അത്രയും റിസ്ക് എടുത്തുള്ള, മനസ്സിലായില്ലേ? നമ്മുടെ പേഴ്സണൽ കാര്യം പോലും നമുക്ക് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിപ്പെടുക, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മണിക്കൂറും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ റെസ്പോൺസിബിലിറ്റിയുടെ കേസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് കാണപ്പെടുന്നത് ഈ ബ്രേക്കപ്പ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പയ്യന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ സ്കൂളിലും പഠിക്കുന്ന പയ്യന്മാർക്കാണ് സത്യം പറഞ്ഞത് അഫക്റ്റ് ചെയ്യുന്നത്. കാരണം യുവന്മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ തിരിച്ചു വരിക, ഇങ്ങനത്തെ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, ഇവർക്ക് വലിയ പണിയുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് 16 അതേപോലെ തന്നെ 12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കപ്പിൽ നിന്ന് അവർക്ക് എളുപ്പത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് കൂടുതലാണ്, മനസ്സിലായില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ മെഡിറ്റേഷൻ ആയാലും ജിമ്മായാലും ഈ പരിപാടിയൊക്കെ, മനസ്സിലായില്ലേ? അതേപോലെ ഈ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല.
ലോകത്ത് ഒരാൾക്കും ബ്രേക്കപ്പ് ചെയ്യുന്ന ഒറ്റയ്ക്ക് റിക്കവറാകാൻ പറ്റത്തില്ല. നല്ല അത്യാവശ്യം നല്ല ബ്രേക്കപ്പാണ് കിട്ടിയെങ്കിൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് റിക്കവറാകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരു പക്ഷേ എന്തോ നീ നമ്മൾ ആ ഒരു ബ്രേക്കപ്പ് ചെയ്യുന്ന റിക്കവറായത് നിങ്ങൾ വിചാരിക്കുമായിരിക്കാം, പക്ഷേ ഒരിക്കലും ഇല്ല. ഒരുപാട് നാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വരും. അതാണ് സംഭവം. മൊത്തത്തിൽ നമുക്ക് ആർക്കും റിക്കവറാകാൻ പറ്റത്തില്ല ഈ കേസിൽ. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മെഡിറ്റേഷനും അതേപോലെ തന്നെ യോഗ അല്ലെങ്കിൽ തന്നെ ജിമ്മിലൊക്കെ പോകുക എന്ന് പറയും. ഇത് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യം. ഇപ്പോൾ സാധാരണ ശരാശരി മനുഷ്യന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബ്രേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കള്ളും കഞ്ചാവും അടിക്കാൻ പോകും. ആ ഒരു ചിന്തയിലോട്ട് നമ്മൾ നേരെ തിരിച്ചു വിട്ടാൽ മതി. വായനായ സിനിമയിലെ സൂര്യ നമ്മൾ കണ്ടാൽ മതി. വായനായ സിനിമയിലെ സൂര്യ ആ സൂര്യ കണ്ട ബ്രേക്കപ്പ് കെട്ടിക്കഴിഞ്ഞ ശേഷം സൂര്യ എന്താണ് ചെയ്ത്? ജിമ്മിൽ പോയി. മനസ്സിലായി? ജിമ്മിൽ പോയി ബോഡിയൊക്കെ സെറ്റായി, അത്യാവശ്യം സെറ്റപ്പായി. അപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും ജോലി ചെയ്യുമ്പോഴായാലും യോഗ ചെയ്യുമ്പോഴായാലും ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ നാച്ചുറലായിട്ട് റിലീസ് ചെയ്യുന്ന സംഭവമാണ്. ആരോഗ്യപരമായ ഡോപ്പമിൻ അത് റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് അൺഹെൽത്തി ആയിട്ടുള്ളതല്ല. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും. പക്ഷേ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയണത് വായിത്തോന്നെ വിളിച്ച് പറയുന്നതൊന്നുമല്ല. നിങ്ങളുടെ കാര്യം അയച്ചു നോക്കണം. നിങ്ങൾ DRE സെൻറ്ററിൽ പോകണം. ഇതിന് ലഹരിയുടെ അടിമപ്പെട്ട ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം DRE സെൻറ്ററുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കുന്ന കുറച്ച് ടാസ്കുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലികൾ കൊടുക്കും. നിങ്ങൾ DRE സെൻറ്ററിൽ പോയി നോക്കിയാൽ മതി. അവർക്ക് മനസ്സിലാവും അവർ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കുന്നത്. ഫുൾ റെസ്പോൺസിബിലിറ്റി. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ അത് മാത്രമല്ല, യോഗ അതേപോലെ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ, മെഡിറ്റേഷൻ എല്ലാം ചെയ്യിപ്പിക്കും അവർ. ഓട്ടം, ചാട്ടം, ഇതേപോലെ ഫുട്ബോൾ, ബാസ്കറ്റ് ബോളത്തെ പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കും. ഇതൊക്കെ ചെയ്യിപ്പിക്കും. യോഗയൊക്കെ മെഡിറ്റേഷനൊക്കെ കൃത്യമായി അവർ ചെയ്യിപ്പിക്കും, ഫോളോ ചെയ്യിപ്പിക്കും. ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി. പിന്നെ ജോലികളും കൊടുക്കും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരു പ്രത്യേക സമയമാകുമ്പോൾ നമ്മൾ ഉത്ബോധമനുസരിച്ചായിട്ട് അഡ്ജസ്റ്റായി പിന്നെ അവരെന്തോ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കും. ഇതാണ് നടക്കുന്ന കാര്യം. ഇതേ സംഭവം നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ. സത്യം പറഞ്ഞ പ്രേമം എന്ന് പറഞ്ഞാൽ വേറെ ലഹരിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വേറെ നിങ്ങൾ ഈ പറഞ്ഞ ട്രൂ ലവ് എന്നുള്ള സംഭവമൊന്നും ലോകത്തില്ല. കാരണം നിങ്ങൾ വലിയ ലോകത്ത് വലിയ പരിശുദ്ധമായ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് ആ സ്നേഹമാണ്. നിങ്ങളെ സ്വന്തം അച്ഛനമ്മയുടെ സ്നേഹമാണ് അല്ലേ ലോകത്തെല്ലാവരും. പക്ഷേ ഒറ്റ കാര്യം, അവരുടെ ഈ പറഞ്ഞ സ്നേഹം പോലും വ്യാജമാണ്. ഇത് തന്നെ അവരുടെ സ്നേഹത്തിന് പോലും ഒരു വാല്യൂ കാണത്തില്ല എന്ന് ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്. സബ്കോൺഷ്യസുമായി എൻ്റെ വേദിയിൽ ഇട്ടിട്ടുണ്ട്. 1ാമത്തെ പാട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം. മനസ്സിലായി? അത് പോയി കണ്ടാൽ മനസ്സിലാവും. കാരണം ലോകത്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് മാത്രമേ ഇഷ്ടമുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, എല്ലാവരും പറയുന്നത് എനിക്ക് അവിടുത്തെ ട്രൂ ലവ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പ്രേമിച്ച പെണ്ണിൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ നീക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തെ നിങ്ങളെ പ്രേമിച്ച പെണ്ണിൻ്റെ അടുത്ത് ആസിഡ് നിങ്ങൾ ആ പെണ്ണിൻ്റെ മുഖത്തൊഴിച്ച് നിങ്ങൾ ആ പെണ്ണിൻ്റെ മുഖമൊക്കെ മൊത്തം പ്രശ്നമായി, കത്തി കരിഞ്ഞ് ഒരുമാതിരിയായിപ്പോയി. അതെങ്കിൽ പോട്ടെ, നിങ്ങളുടെ ആ മുഖം ആസിഡ് വീഴുന്ന എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നമായിപ്പോയി. മനസ്സിലായി? അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത്? അറ്റൻഷൻ കുറയും. ആ പെണ്ണിൻ്റെ അടുത്തുള്ള ഇഷ്ടം നിങ്ങൾക്ക് എന്തായാലും കുറയും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ട്രൂ ലവ് ആണെന്ന് പറയാൻ പ്രേമിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുഖത്ത് ഇതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള മോശപ്പെട്ട എന്തോ നീങ്ങുന്നുണ്ട്, പുണ്ണോ പാടുകളോ അല്ലെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ചൊറി പോലെ എന്തെങ്കിലും വഴിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അവിടെ അറ്റൻഷൻ കുറയും. മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു 5ൻ്റെ പൈസ ഇല്ലെന്ന് വിചാരിക്കുക. €1 എടുക്കാൻ ഞാൻ ചെയ്യില്ല. പക്ഷേ ഈ നിങ്ങളെ പ്രേമിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി, പിന്നെ ആ പെണ്ണിനെ ആ ഒരു ലേഡിയെ നിങ്ങളാണെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു, അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അങ്ങനെ സിറ്റുവേഷൻ. അതേപോലെ തന്നെ ഭംഗിയില്ല. ഈ സിറ്റുവേഷനിലൊക്കെ ഭാവി വരികയാണെങ്കിൽ തേഞ്ഞ കിട്ടി. അതാണ് ഞാൻ പറയണത്. അപ്പോൾ ട്രൂ ലവിന് അവിടെ പ്രസക്തിയൊന്നുമില്ല. ഞാനീ പറഞ്ഞ് ഒരുമാതിരി അംഗീകരിക്കാൻ പഠിക്കുന്നവരൊക്കെ പറയും. പക്ഷേ ഞാനീ പറയുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനിലൂടെ പോയിട്ട് നിങ്ങൾ ഡയലോഗ് അടിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡയലോഗ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരടുത്താണ് ഞാൻ പറയുന്നത്. ഓക്കെ. അത് മാത്രമല്ല, ആണുങ്ങളെ കേസ് നമുക്ക് നോക്കാം. ഒരു പെണ്ണ് ഒരു ആണിൻ്റെ അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കണ്ടാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ക്വാളിറ്റി.
ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കും. ഒന്നീ റിസോഴ്സസ് ആയിരിക്കണം, ഇതിൻ്റെ ഭംഗിയായിരിക്കണം, പിന്നെ പല കാര്യങ്ങളുണ്ട്. ഈ ട്രൂ ലവ് എന്ന് പറയുന്ന സംഭവം ലോകത്തേ ഇല്ല, മനസ്സിലായില്ല. ലോകത്ത് അതെന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തിലായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് പറയുന്നത് പരിശുദ്ധമായ സ്നേഹം എന്ന് പറയുന്നത്. ആർക്കുമില്ല ലോകത്ത്. അത് നമുക്ക് നമ്മളത്തെ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളെ മുഖത്ത് ആശ്രയിക്കുന്നാലും പിന്നെ നമ്മളാരെങ്കിലും തള്ളി പറഞ്ഞാലും ഇങ്ങനെ നമ്മളെ എന്തൊക്കെ ആണെങ്കിലും എന്ത് പറഞ്ഞാലും എപ്പോഴും നമ്മളോട് എന്തോ നീ നമ്മളെന്തോ നീ മനസ്സിലായില്ലേ? നമുക്ക് അപ്പോഴും നമ്മളെന്തോ നീ നമുക്ക് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്താരും കാണത്തില്ല, ഒരു പെണ്ണും കാണത്തില്ല, ഒരു പറയും കാണത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സത്യം പറഞ്ഞ ഈ പ്രേമത്തിന് ഒരു ഒറ്റ കാര്യത്തോട് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 5 വയസ്സുള്ള കുട്ടി, മനസ്സിലായി, 5 വയസ്സുള്ള കുട്ടി ഒരു സൂര്യനെ നോക്കി ആ കുട്ടി എന്തോ ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. സൂര്യനെ സണ്ണെന്ന് പറയുമ്പോൾ അറിയാം നമ്മളെ കാര്യം എത്രയോ ദൂരെയാണ് സണ്ണ്. അപ്പോൾ ഈ കുട്ടി ആഗ്രഹിക്കുകയാണ്, എനിക്ക് ആ സണ്ണിനെ തൊടണം, ഈ സൂര്യനെ തൊടണമെന്ന് നിങ്ങൾ ആ കുട്ടി ആഗ്രഹിക്കുകയാണ്. ആ കുട്ടിയുടെ ഉള്ളിൽ വളരെ വലിയ ആഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ആ കുട്ടിക്ക് എന്തോ ചെയ്യും, ആ കുട്ടിക്ക് തൊടാൻ പറ്റുമോ സൂര്യനെ? പറ്റത്തില്ല, മനസ്സിലായില്ലേ? അങ്ങനെ അഥവാ ഈ കുട്ടി എന്തെങ്കിലും അങ്ങനെ സൂര്യൻ്റെ അടുത്തൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് സൂര്യൻ്റെ അടുത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും തോറും ഈ കുട്ടിയുടെ ശരീരം എന്തോ ചെയ്യും, കത്തി നശിച്ചുകൊണ്ടിരിക്കും. സെയിം സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴെന്തോ ചെയ്യും, അവിടുത്തെ സൂര്യൻ എന്തോ ചെയ്യും, ആകാശത്തിൻ്റെ മുകളിൽ, മനസ്സിലായില്ലേ, അങ്ങ് ദൂരെ എന്തോ നീ തിളങ്ങിക്കൊണ്ടിരിക്കും. അല്ല, സൂര്യപ്രകാശത്തോടെ ആ പ്രസയോടെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളിവിടെ കത്തി അരിഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് സത്യം പറഞ്ഞാൽ ലവിൻ്റെ കേസിലോട്ട് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ പെണ്ണിനെ സങ്കല്പിക്കുക. 5 വയസ്സെന്നുള്ള കുട്ടിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൂര്യനോട് ഒന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സൂര്യൻ്റെ അടുത്തോടെ പോകുമ്പോൾ കത്തി അരിഞ്ഞ് പോകുന്ന ശരീരത്തെ പറ്റി നിങ്ങൾ, ബോഡിയെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. ഒന്നും കിട്ടത്തുമില്ല, നിങ്ങളുടെ സമയവും പോകും. ആണ് സംഭവം, മനസ്സിലായില്ലേ? പിന്നെ ഈ യൂത്തായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോപ്പമിൻ റിലീസാണ്. ആ സമയത്ത് ഒരു യൂത്തായിട്ടുള്ളൊരു പയ്യൻ്റെ അടുത്ത് പറയുകയാണ്, 18 20 അല്ലെങ്കിൽ 25 വയസ്സുള്ള പയ്യൻ്റെ അടുത്ത് ഉത്ഭവ മനസ്സ് സ്വന്തമായിട്ട് പറയും, നീ ഏതെങ്കിലും പെണ്ണിനെ പോയി നീ കേട്ടടാ, സെറ്റാക്കടാ എന്നൊക്കെ പറയും. അത് മാത്രമല്ല, ഉത്ഭവ മനസ്സ് വേറൊരു പരിപാടിയും കൂടെ കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ നീ നമ്മുടെ ബ്രെയിനിൽ അനാവശ്യമായി ഹോപ്പ് തരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെണ്ണ് നിങ്ങൾ പ്രേമിക്കുന്ന പെണ്ണ് അടുത്തൂടെ പോയാൽ മതി, ഉടനെ പറയും, ഉടനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് പറയുന്നത്, ആ പെണ്ണ് നിനക്കൊള്ളയാണ്, ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണെന്ന് ചുമ്മാ തോന്നിപ്പിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ പെണ്ണിന് മനസ്സിലായി, നിങ്ങൾ പ്രേമിക്കുന്ന ആ പെണ്ണിന് നിങ്ങളുടെ അടുത്ത് ട്രൂ ആയിട്ടുള്ള ഇഷ്ടമാണ് ഉള്ളതെന്ന് എന്തോ നീ സബ് കോൺഷ്യസ് മൈൻഡ് തോന്നിപ്പിക്കും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം എത്ര അടിച്ച് പിരിഞ്ഞ് ഇപ്പം ബ്രേക്കപ്പായി നിങ്ങൾ പോയാലും എന്തോ നീ വീണ്ടും ആ പെണ്ണിനെ കാണാനും സംസാരിക്കാനും തോന്നിപ്പിക്കും. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ നീ ഒരുപാട് ഹോപ്പ് തരും, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങൾ വലിയ സൂപ്പറാണ്, നിങ്ങൾ വലിയ മറ്റവയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്തോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചുമ്മാ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളെ തന്നെ. നിങ്ങളെന്തോ ഒരു സംഭവമാണ്, നിങ്ങൾക്ക് വലിയ ഗ്ലാമറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും എന്തോന്നാണ്, ഇതൊക്കെ ചെയ്യും. നമ്മൾ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, നമ്മുടെ ഉത്ഭവ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് നമ്മൾ എന്തോ തടയാൻ നോക്കുക. തടഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഓരോരുത്തർ ആൾക്കാർ പറയും നിങ്ങളെ കൊണ്ട് റിക്കവർ ആകാൻ പറ്റുന്നു, ഒരിക്കലും പറ്റത്തില്ല. അതിന് കൃത്യമായൊരു ഗൈഡ് ചെയ്ത ഒരാൾ വേണം. എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാനും ജിമ്മിന് പോയാൽ കോച്ച് വേണം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനാണെങ്കിൽ നല്ല സന്യാസി വേണം, മനസ്സിലായില്ലേ? അതേപോലെ റെസ്പോൺസിബിലിറ്റിക്ക് വേണമെങ്കിൽ നല്ല മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ആരെങ്കിലും വേണം. ഇല്ലാത്തൊരു കൺട്രോൾ ചെയ്യുന്ന ആൾ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്തോ ചെയ്യത്തുള്ളൂ. നിങ്ങൾ പേടിച്ചെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യത്തുള്ളൂ, മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾ ഒരു കള്ളുകൂടിയെ കൂടെ DI സെൻ്ററിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്തോ നീ നാളെ ചാടാൻ നോക്കും. കാരണം അവന് കൈയും കാലും വിറയ്ക്കും. അപ്പോൾ എന്തോ നീ മതിലടി പോകാൻ നോക്കും. അതൊന്നും സംഭവം നടക്കുന്നത്. അവനിപ്പോൾ സാഹചര്യം കാണും അവൻ്റെ ദുഷിതമായിരുന്നു, പക്ഷെ നടക്കത്തില്ല.
അവൻ്റെ ഉൾഭവൻ സമ്മതിക്കത്തില്ല. അതുപോലത്തെ സംഭവമാണ് ഇവിടെ നടക്കുന്നത്, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഞോ പറഞ്ഞ ഒരു പെണ്ണ് നിങ്ങളത് ഞോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവളെ ചേസ് ചെയ്യാൻ പോകുന്നില്ലേ? കാരണം ഞോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾബോധ മനസ്സ് പറയുന്ന കാര്യം വീണ്ടും അങ്ങോട്ട് പോവുക എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഉൾബോധ മനസ്സിന് നമുക്ക് ആവശ്യമില്ല. ആ ഒരു ഉൾബോധ മനസ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വേറിട്ട് നിന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ, ധ്യാനം ഒക്കെ ചെയ്യുക. ഇപ്പോൾ DAD സെൻറ്ററിലൊക്കെ നമ്മൾ ചെയ്യുന്നില്ല, അതുപോലത്തെ പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി റിക്കവറി ഉണ്ടാകും. ഈ 3 കാര്യം ഞാൻ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഹർഷിമാരെയും യോഗ്യന്മാരെയും നിങ്ങൾ ചോദിക്കുക, അവരെ തലച്ച് പറഞ്ഞ ഡോപ്പമിൻ റിലീസ് ചെയ്യത്തില്ലെന്ന് ചോദിക്കും. തീർച്ചയായും റിലീസ് ചെയ്യും. പക്ഷേ അവർക്ക് റിലീസ് ചെയ്യുന്ന ഡോപ്പമിൻ, ജിമ്മന്മാർക്കായാലും ഇതിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കായാലും അവിടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ എന്തോന്ന് അറിയാമോ? ഈ പറഞ്ഞ മെഡിറ്റേഷനിൽ മാത്രം ഡിപ്പെൻഡ് ആവും, അതിൽ മാത്രം ഫോക്കസ്ഡ് ആവും. അപ്പം പിന്നെ അവർക്ക് വേറെ ഹാപ്പിനെസ് കിട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്നതായാലും ജിമ്മിൽ പോകുന്നതായാലും എന്തോ നീയും ഈ 2 ആൾക്കാർക്ക് എന്തോ നീയും ഈ പ്രവൃത്തിയിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആകും. ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലി, ജിമ്മാണെങ്കിൽ ജിമ്മ്. മനസ്സിലായില്ലേ? വ്യായാമം അങ്ങനെ. അതിൽ തന്നെ ഗെയിമിങ്, ഫുട്ബോൾ, ക്രിക്കറ്റ് പോലത്തെ പരിപാടി. അപ്പോൾ അതിൽ തന്നെ ഡോപ്പമിൻ, അതിൽ തന്നെ ഫോക്കസ്ഡ് ആകും നമ്മളെ മൈൻഡ്. അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കും. നമുക്കത് മൈൻഡ് പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് എന്തോ നീ വേറെ ഒന്നിനും ഫോക്കസ് ചെയ്യിപ്പിക്കത്തില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും പോയി ആണുങ്ങൾക്കും പറയുന്നൊരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ തേച്ചിട്ട് പോയ പെണ്ണ് എന്തോ നിങ്ങൾക്ക് കിട്ടും, അവൾ നിനക്ക് സെറ്റാകും ചുമ്മാ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അവൾക്ക് നിങ്ങളുടെ തോന്നി ഇഷ്ടം പോലും കാണത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു കല്ലിനെ നിങ്ങൾ പ്രേമിച്ച് കഴിഞ്ഞാൽ കല്ല് എന്തോ നിങ്ങൾ തിരിച്ച് പ്രേമിക്കുമോ? ഇല്ല. കല്ലിന് ജീവനും ഇല്ല, ബോധവും ഒന്നുമില്ല, അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് നിങ്ങളെ കാര്യം, നിങ്ങൾ ആ പെണ്ണുള്ള കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ കല്ലിന് ജീവൻ വായിച്ച് നിങ്ങൾ വന്ന് പ്രേമിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ നടക്കത്തില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സെന്തോ വെറുതെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അവളെ തിരിച്ച് നീ വെയിറ്റ് ചെയ്യുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഈ ഇൻഫ്ലുവൻസസ് നോക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ്. പക്ഷേ അതൊന്നും നമ്മൾ വീഴാൻ പാടില്ല. മനസ്സിലായില്ല? ചുമ്മാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ വീഴാൻ പാടില്ല. അവൾ നിനക്ക് സെറ്റാകും, അവൾ തിരിച്ചു എന്നൊക്കെ അതൊക്കെ വെറുതെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഓരോരുത്തന്മാരെ പോലെ വിവരമില്ലാത്ത കാര്യം പറയുന്ന ഒരുത്തനല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തോ പഠിച്ച കാര്യങ്ങളാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് എനിക്ക് ചേഞ്ച് ഉണ്ടായി, എനിക്ക് ബെനിഫിറ്റ് കിട്ടിയ ട്രിക്കാണ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒരുത്തന്മാർ കിടന്ന് കുണച്ച ഡയലോഗല്ല. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എക്സ്പീരിയൻസിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ സ്വന്തമായി അനുഭവിച്ച് അതിലൂടെ മാറ്റിയവൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, അത്രത്തോളം സത്യം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ സാധാരണ ഒരുത്തിനെ പോലെയൊന്നുമല്ല. മനസ്സിലായില്ലേ? പിന്നെ പെണ്ണുങ്ങൾ നാച്ചുറലാണ്, ബയോളജിക്കലി പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുള്ളവരാണ്. കാരണം ഇപ്പോൾ ഒരു കമ്പനിയുടെ HR എന്തോ എംപ്ലോയി എന്തോ ഇൻ്റർവ്യൂ ചെയ്തെടുക്കും, സെയിം പ്രോസസ്സാണ്. അപ്പോൾ ഈ HR എന്ന് പറയുന്ന ഒരു മേഖലയോട്ട് നിങ്ങൾ എന്തോ നിങ്ങളെ പ്രേമിക്കുന്ന പെണ്ണിനെ വയ്ക്കുക. അതേപോലെ തന്നെ എംപ്ലോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം മനസ്സിലാവും. കാരണം പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, സെലക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല. ആണുങ്ങളെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യുക, അവരെന്തോ അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു HR നമ്മൾ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ പോകുമ്പോൾ അവരെ ഇമ്പ്രസ് ചെയ്യുന്നത്, അതുപോലെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സെലക്ട് ചെയ്യുക, അപ്പോൾ അവർ സെലക്ട് ചെയ്യാൻ മാത്രമേ നോക്കത്തുള്ളൂ, നമ്മൾ ഇമ്പ്രസ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ഒരു പണിയില്ലാത്തവന്മാർ എല്ലാ കമ്പനിയിൽ പോയി ഇങ്ങനെ നടക്കും. മനസ്സിലായി? നടന്ന് എനിക്ക് ജോലി എന്നൊക്കെ പറഞ്ഞ് HR കിടന്ന് ഇങ്ങനെ സ്വാപ്പിട്ടോ നടക്കും. പക്ഷേ ഒരു ജോലിയും കിട്ടത്തുമില്ല. ലാസ്റ്റ് എന്തോ HR എന്തോ ഉള്ളതിൽ നല്ല ഒരു എംപ്ലോയിയെ നോക്കി എന്തോ ഈ നല്ലൊരു സ്റ്റാഫ് ആളെ നോക്കി എന്തോ അവർ ജോലിക്ക് എടുക്കും, നല്ല ശമ്പളവും കൂടി ഒരുപാട് വേഗം സെലക്ട് ചെയ്ത് ഒറ്റ ആളിനെടുക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പം എന്തോ
ഈ പറയുന്ന എംപ്ലോയിയെ പോലെ എന്തോ നീ ഇതേപോലെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാ കമ്പനിയോടും ഈ സർട്ടിഫിക്കറ്റ് നടക്കത്തൊന്നുമില്ല ഇവർ, മനസ്സിലായില്ലേ? അപ്പോൾ സെയിം ലോജിക്കാണ് ഇവിടെ ഇനി അപ്ലൈ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സെലക്ഷനാണ് പെണ്ണുങ്ങൾക്ക് നോക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഒറ്റ ഉത്തരവാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാ സിനിമകളും നിങ്ങൾ 90% സിനിമകളിലും ഈ പറഞ്ഞ സിനിമകളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് തേച്ച് ഡിപ്രഷനായ ആണുങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഒരു പെണ്ണിൻ്റെ ഒരു വ്യാജം ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും വേണ്ട ആണുങ്ങളായിരിക്കും. അതിന് മറിച്ച് ഒരു ആണിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തുടങ്ങിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഒരിക്കലും വരത്തുമില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആണുങ്ങളാണ് കൂടുതലും പെണ്ണുങ്ങളെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണ്. ഈസ്ട്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു സ്ത്രീ ഹോർമോണിന് പറഞ്ഞിരിക്കുന്നത്. പുരുഷ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഡ്രസ് ഹോർമോൺ എന്തോന്നാണ് ചെയ്യുന്നത്? എന്തോന്ന് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക, സോപ്പിടുക, അവരെന്തോന്ന് ചെയ്യുക? മാനിപ്പുലേറ്റ് ചെയ്യുക. ഇതാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ സെലക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, രണ്ടുപേരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ സെലക്ട് ചെയ്യാൻ വേണ്ടി നല്ലത് നോക്കി ചൂസ് ചെയ്യാൻ വേണ്ടി കൂടുതലും ബയോളജിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്, എപ്പോഴും ബയോളജി, മനസ്സിലായില്ലേ? അങ്ങനെയാണ് അങ്ങനെയാണ് കൂടുതൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രയോറിറ്റി കൊടുക്കുന്ന സ്ത്രീകളാണ്, സ്ത്രീകൾക്കാണ്, മനസ്സിലായി? പുരുഷന്മാർക്കല്ല. പുരുഷന്മാർക്ക് കുറവാണ് സ്ത്രീകളെ അപേക്ഷിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അത്രയും ഡീറ്റെയിൽ ആയിട്ട് സെലക്ട് ഒന്നും ചെയ്യത്തില്ല പുരുഷന്മാർ. പക്ഷേ സ്ത്രീ അങ്ങനെയല്ല, ഏറ്റവും ഇസോടെ മനസ്സിലാക്കി എന്നാൽ മാത്രമേ റിയാക്ഷനിലോട്ട് പോകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ ബേസിക് സയൻസ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പം ഞാൻ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഡിപ്രഷൻ അടിച്ച് കിടന്നവനാണ്. കാരണം ഉള്ള സാമാനം അടിച്ച് കയറ്റി കറങ്ങി കിടന്നവനാണ്. അവസാനം അവനെന്തോ ഈ ജോലി ഞാൻ ഒപ്പിച്ചു കൊടുത്തത്, ഒപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവന് ഒപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇവന് ചേഞ്ചർ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മണിക്കൂർ അവന് വർക്കുണ്ട്, മനസ്സിലായില്ലേ? വർക്ക്, മനസ്സിലായില്ലേ? അവന് സ്വന്തമായി ഫുഡ് കഴിക്കാൻ സമയം കിട്ടത്തില്ല, ഉറങ്ങാൻ സമയം കിട്ടത്തില്ല, ചുമ്മാ വർക്ക് എന്ന് പറയുന്ന സംഭവം മാത്രം. അത് അതിൻ്റെ ഇടയിൽ കൊണ്ട് റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ വർക്ക് പ്രഷർ എല്ലാം ഉണ്ട്. 16 മണിക്കൂർ വർക്ക്. അങ്ങനെ ഇവനെ എന്തോ ചെയ്തു, വേറെ ലൈഫ് സ്റ്റൈൽ പാത്രയോടെ ഞാൻ തള്ളി വിട്ടു. അപ്പോൾ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പ്രേമിച്ച പെണ്ണിൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മറക്കുകയും ചെയ്തു, മനസ്സിലായില്ലേ? അങ്ങനെ ഇതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയ കാര്യമൊന്നും ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അവൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫുൾ ബിസിയായി അവൻ ലൈഫിൽ. അപ്പോൾ പിന്നെ എന്തോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോയി. അപ്പോൾ ബൈ.